ഹായ് ഋതു ഋത്തി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് കിടിലൻ ഒരു പായസ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ പായസം തയ്യാറാക്കാറുണ്ട്. എന്നാൽ ഈ ഒരു പായസം അങ്ങനെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. ഇതൊരു വെറൈറ്റി പായസമാണ് കേട്ടോ. നമ്മുടെ വീടുകളിലൊക്കെ സുലഭമായി കിട്ടുന്ന ചക്കയുടെ കുരു വെച്ചിട്ട് ഒരു ചക്കക്കുരു പായസം ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പായസം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചക്കക്കുരു തന്നെയാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ചക്കക്കുരു ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ചക്കക്കുരു എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള തൊലി മാത്രം കളയുക. അതായത് ആ പ്ലാസ്റ്റിക് പോലുള്ള ആ വെള്ള തൊലി മാത്രം നമ്മൾ കളഞ്ഞെടുക്കുക. ഈ ചുവപ്പ് തൊലിയൊന്നും കളഞ്ഞ് പോക്കേണ്ടതില്ല. അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ട ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് കേട്ടോ. ചക്കക്കുരു നന്നാക്കി എടുത്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തതിന് ശേഷം നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. എനിക്ക് ഈ ഒരു ചക്കക്കുരുവിന് 4 വിസിൽ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ചില കുരുവൊക്കെ വേഗം വേവുന്നതായിരിക്കും. അങ്ങനെയുള്ള കുരുകളാണെങ്കിൽ നിങ്ങൾ 4 വിസിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ശർക്കരയാണ്. അപ്പോൾ ഞാൻ 4 ആളി ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒന്ന് പാനിയാക്കാനായിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. കുറച്ച് വെള്ളം ചേർത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ നേരത്തെ കുക്കറിൽ വെച്ച ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലുള്ള വെള്ളമൊക്കെ ഊറ്റിയെടുത്തതിന് ശേഷം ഇത് തണിയാനായിട്ട് ഒന്ന് റെസ്റ്റിന് വെക്കാം. റെസ്റ്റിന് വെച്ചതിന് ശേഷം നമുക്ക് ഇതൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അതായത് നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടണം കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് അരഞ്ഞ് കിട്ടണം കേട്ടോ. എന്നാലേ നമ്മുടെ പായസം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കാം കേട്ടോ. നെയ്യ് ചേർത്തതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ചക്കക്കുരുവിൻ്റെ പേസ്റ്റും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പാന് വെച്ച് നെയ്യ് ഇടുന്ന വീഡിയോ മിസ്സായിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 പാലാണ് കേട്ടോ ചേർക്കുന്നത്. 2 തേങ്ങാപ്പാൽ ചേർക്കാം. അപ്പം ഞാൻ തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ ഈ ഒരു പായസം അടുപ്പത്ത് വെച്ച് എങ്ങോട്ട് പോകാൻ പാടില്ല കേട്ടോ. അപ്പം നമുക്ക് പായസം പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. നമ്മളിത് ഉണ്ടാക്കി തീരുന്നവരെ ഇതിൻ്റെ അടുത്ത് തന്നെ നിന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് സേമിയ, ആരും ചെയ്ത് നോക്കാത്ത ഒരു റെസിപ്പിയാണ് കേട്ടോ ചക്കക്കുരു പായസത്തിൻ്റെ കൂടെ സേമിയ. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സേമിയ വറുത്ത സേമിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ വറുത്ത സേമിയ ഒരാവശ്യത്തിന് എടുത്തിട്ട് ഇതിലേക്ക് ചേർക്കുക. എന്നതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ച് കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ശർക്കരപ്പാനി കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം പെട്ടെന്ന് ചേർക്കരുത്. എൻ്റെ വീഡിയോ ലെങ്ത് ആവുന്നത് കൊണ്ട് ഞാൻ ഒക്കെ കട്ട് ചെയ്താണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നല്ലോണം ഒന്ന് ആയതിന് ശേഷം മാത്രം നിങ്ങൾ എല്ലാ ചേരുവകളും ചേർക്കുക. ഇനി നമ്മൾ നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതായത് സേമിയയും ചക്കക്കുരുവായിട്ട് കട്ട കെട്ടാൻ പാടില്ല കേട്ടോ. നമ്മളത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതുപോലെ നമ്മളിത് കുറുകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 പാലും കൂടി ചേർക്കാനുണ്ട്. പലരും അരിയും ചൊവ്വരിയും ചക്കക്കുരു വെച്ചൊക്കെ പായസം ഞാൻ കണ്ട് യൂട്യൂബിൽ. ഞാൻ അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് സേമിയ വെച്ചാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. സേമിയ വെച്ചിട്ട് നല്ല പെർഫെക്ഷനോട് കൂടി പായസം കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കുറുകുന്ന സമയത്ത് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തേങ്ങാപ്പാൽ 1 പാലാണ് കേട്ടോ ഞാനിപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ 1 പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അധിക നേരം ഒന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നേരത്തെയൊക്കെ 2 പാൽ ചേർത്ത സമയത്തൊക്കെ കുറേ ടൈം നമ്മൾ തിളപ്പിച്ചിട്ടുണ്ട്. അത്രയും ടൈമൊന്നും നമ്മളിനി നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 1 പാൽ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച്
മധുരം പാകത്തിന് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ശർക്കര ആണി കൂടി ഈ ഒരു പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ മധുരമൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിനി കൂടുതലായിട്ട് ശർക്കര ചേർക്കുന്നില്ല. പിന്നെ നമുക്കിനി അവസാനമായിട്ട് ഇതിൽ ഏലക്ക പൊടിച്ച് ചേർക്കാം. അപ്പോൾ ആ ഒരു ഭാഗം കൂടി എനിക്ക് മിസ്സായിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വറുത്ത് കോരി ഇടാവുന്നതാണ്. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല കേട്ടോ. അത് പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആട്ടോ, ഒരു രക്ഷയില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.